ആത്മകഥാ വിവാദം മുഹമ്മദ് റിയാസിന് വേണ്ടിയോ? 75 വയസ്സ് പ്രായപരിധിയോടടുക്കുന്ന ഇ.പി. ജയരാജന് പകരം റിയാസ് കേന്ദ്ര കമ്മിറ്റിയിലേക്കെന്ന് സൂചന. 24-ാം പാർട്ടി കോൺഗ്രസ് എ.കെ. ബാലനും പി.കെ. ശ്രീമതിക്കുമൊപ്പം ഇ.പി. ജയരാജനും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയേണ്ടിവരും. മുഹമ്മദ് റിയാസിന് വേണ്ടി കരുക്കൾ നീക്കി പിണറായി വിജയൻ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, മുഹമ്മദ് റിയാസിന് വേണ്ടി കരുക്കൾ നീക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നു. അതിന്റെ ഒരു തുടക്കമാണ് ഇ.പി. ജയരാജനെതിരെയായുള്ള ആത്മകഥാ വിവാദം എന്നും അറിയാൻ കഴിയുന്നുണ്ട്. വിശദാംശങ്ങൾ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 75 വയസ്സ് എന്നുള്ളതാണ് CPM-ന്റെ പ്രായപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ചുമതലയിൽ ഇരിക്കുന്നത് കൊണ്ട് പിണറായി വിജയന് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒപ്പം തന്നെ PD-യിൽ നിന്നും ഒരു ഇളവ് ലഭിച്ചേക്കാം. പക്ഷേ അതല്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. മറിച്ച് 3 പേർ സംസ്ഥാനത്ത് നിന്ന് 3 CPM-ന്റെ പ്രതിനിധികൾ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് 2024-25 വർഷത്തെ ഈ ഒരു പാർട്ടി കോൺഗ്രസിൽ 24-ാം പാർട്ടി കോൺഗ്രസിൽ ചുമതലകളിൽ നിന്ന് ഒഴിയേണ്ടതായിട്ട് വരും. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയേണ്ടതായിട്ട് വരും. പി.കെ. ശ്രീമതി, ഒപ്പം തന്നെ എ.കെ. ബാലൻ, കൂടാതെ ഇ.പി. ജയരാജൻ. ഈ 3 പേര് ഒഴിയുന്ന ഒഴിവിൽ 2 പേർക്കായി, അതായത് പി.കെ. ശ്രീമതിയും ഒപ്പം തന്നെ എ.കെ. ബാലനും ഒഴിയുന്ന ഒഴിവിലേക്ക് ആരെ എന്നുള്ളൊരു ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇ.പി. ജയരാജൻ ഒഴിയുന്ന കസേരയിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് മന്ത്രി മുഹമ്മദ് റിയാസിനെ എത്തിക്കാനുള്ള നീക്കങ്ങൾ പിണറായി വിജയൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർട്ടിയുമായി വലിയ രീതിയിലുള്ള അടുപ്പം കാത്തുസൂക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ് ഇ.പി. ജയരാജൻ. പല കാര്യങ്ങളും തുറന്നു പറയുന്നു. ചില നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ പാർട്ടി ഇ.പി. ജയരാജനെ കാര്യമായി തന്നെ വേട്ടയാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിൻ്റെതെന്ന രീതിയിൽ പുറത്തു വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥ, പരിപ്പുവടയും കട്ടൻ ചായയും എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ചില ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങൾക്കും ഒക്കെ ചൂടുപിടിച്ചാണ് ആത്മകഥയുടെ ചില ഭാഗങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതടക്കം കണക്കിലെടുത്തുകൊണ്ട് 75 തികയുന്ന, അതായത് 24-ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 2 മാസത്തിന് ശേഷമായിരിക്കും ഇ.പി. ജയരാജന് 75 തികയും. അപ്പോൾ 24-ാം പാർട്ടി കോൺഗ്രസ് ആകുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ഒരാളെ അവരോധിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുതിർന്ന നേതാക്കന്മാരടക്കമുള്ളവർ നിൽക്കുമ്പോഴാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെ മന്ത്രിസ്ഥാനത്തേക്ക് മുഹമ്മദ് റിയാസിനെ എത്തിക്കാനുള്ള കരുനീക്കങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത്. അത് അദ്ദേഹം സാധിച്ചെടുക്കുകയും ചെയ്തു. സമാനമായ രീതിയിലാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളും ഇപ്പോൾ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കന്മാർ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ആ നേതാക്കന്മാർ ഇക്കാര്യത്തിൽ എന്ത് രീതിയിലുള്ള പ്രതികരണങ്ങൾ, നടപടികൾ എടുക്കും എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. തുടരുക. നമുക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി അതിഥികൾ ചേരുന്നുണ്ട്. BJP പ്രതിനിധിയായി ടി.പി. ജയചന്ദ്രൻ മാസ്റ്ററും ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസുമാണ് ചേരുന്നത്. ശ്രീ റെജി ലൂക്കോസ്, കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മുഹമ്മദ് റിയാസിന് പാതയൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ശ്രമത്തിലാണോ പിണറായി വിജയൻ? അതിന്റെ ഒരു തിരക്കഥയുടെ മറ്റൊരു ആസൂത്രണം കൂടിയാണോ ഇ.പി. ജയരാജന്റെ ആത്മകഥയുടെ ഭാഗങ്ങൾ നേരത്തെ തന്നെ പുറത്ത് വന്നത്? അല്ല, എനിക്ക് കൗതുകരമായ ഒരു കാര്യം പറയാനുള്ളത്, BJP കേരളത്തിൽ തകർന്നു നടയുവാണ്. BJP കേരളത്തിലെ ജനകീയമുഖമായ വൈബ്രന്റ് ആയിട്ടുള്ള നേതാവ് പാർട്ടി വിട്ടുപോയി. അതിലൊരു ഉത്കണ്ഠ പോലും ഇല്ലാതെ കൊണ്ട് CPM-ന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ പാർട്ടി സമ്മേളനങ്ങളെ കുറിച്ചോ നിങ്ങളിങ്ങനെ വേവലാതിപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? CPM പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഞങ്ങളുടെ പാർട്ടിക്ക് ചില നടപടിക്രമങ്ങളുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിലും ആരൊക്കെയാണ് ഏതെല്ലാം സ്ഥാനത്തേക്ക് വരുന്നത്, അത് അങ്ങ് പോളിറ്റ് ബ്യൂറോ വരെയുള്ള ഒരു നിയതമായ രീതിയിലുള്ള ചട്ടക്കൂടുണ്ട്. കഴിഞ്ഞ ജില്ലാ സമ്മേളന പ്രതിനിധിയായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഇനി മുഹമ്മദ് റിയാസിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ സീതാറായച്ചൂർ എന്ന് പറഞ്ഞൊരു നേതാവ് ഞങ്ങൾക്കുണ്ടായിരുന്നു, ഞങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് കേട്ടോ, അദ്ദേഹം 34-ാമത്തെ വയസ്സിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ആളാണ്. ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ പോളിറ്റ് ബ്യൂറോയിൽ വന്നു കഴിഞ്ഞു. മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റിയാസിനെ ഇനി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ പാർട്ടി അത്രയ്ക്കും കഴിവും മിടുക്കരുമായിട്ടുള്ളവരെ എവിടെ എത്തിക്കണം എന്നുള്ള ഈ പാർട്ടിക്ക് അറിയാം. തന്നെയുമല്ല, മുൻകൂട്ടി ഒരു തീരുമാനം CPM എടുക്കാറില്ല. നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം. പാർട്ടി ബ്രാഞ്ച് തലം മുതലുള്ള സമ്മേളനങ്ങളിലൂടെ പ്രതികളെ തെരഞ്ഞെടുത്ത് ആരെയൊക്കെയാണ് എവിടെയൊക്കെയാണ് എത്തിക്കേണ്ടവരുടെ പ്രവർത്തന പാരമ്പര്യവും എല്ലാം നോക്കിക്കൊണ്ട് പ്രായവ്യത്യാസമില്ലാതെ കണ്ട് അവിടെ എത്തിക്കാനുള്ള കഴിവുള്ള പാർട്ടിയാണിത്. ഇനി മുഹമ്മദ് റിയാസിനെ കുറിച്ച് നിങ്ങൾ എന്തിനാ പേരുകൊണ്ടാണോ നിങ്ങൾ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. മുഹമ്മദ് റിയാസിനെ കുറിച്ച് ഒരു വാചകം പറയാം. ഇപ്പൊ നിങ്ങൾ ഇതിനൊരു മറുപടി പോലും അറിയിക്കാത്ത ചോദ്യമാണെങ്കിലും പറയാം. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് ഓടിളക്കി BJP-യിലേക്ക് ഒരാള് കേന്ദ്രത്തിൽ നിന്ന് കാശ് മുടക്കി വരുന്ന കയറുന്നവരല്ല റിയാസ് വന്നു. റിയാസ് SFI-യിലൂടെ വന്ന്
മർദ്ദനങ്ങളേറ്റ് വിദ്യാർത്ഥി സമരത്തിലൂടെ വന്ന അതിന്റെ ദേശീയ പ്രസിഡന്റായി, ഡിവൈഎഫ്ഐയുടെ ദേശീയ പ്രസിഡന്റായി രാജ്യം മുഴുവനും അറിയപ്പെടുന്ന ഒരു യുവജന നേതാവായിട്ട് വളർന്നു വന്നിട്ടാണ് അദ്ദേഹം ഇപ്പൊ നിയമസഭയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അത് ആദ്യമായിട്ട് വരുന്ന ഒരാളല്ല മുഹമ്മദ് റിയാസ്. മുഹമ്മദ് സലീം എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിൽ നിന്നുള്ള നേതാവുണ്ട് ഞങ്ങളെ, അദ്ദേഹത്തിന് ചേർത്ത് നിങ്ങൾക്ക് അറിയാവും. അതുകൊണ്ട് മുഹമ്മദ് റിയാസിന്റെ പേരുകൊണ്ടും മുഖ്യമന്ത്രിയുടെ മാഡം ഹസ്ബൻഡ് ആണെന്നുള്ള ഇതുകൊണ്ടും നിങ്ങളിപ്പോ ഈ കെട്ടിച്ചമച്ചിരിക്കുന്ന വാർത്ത നിങ്ങളല്ല മറ്റു ചില മാധ്യമങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. CPM വേട്ടയാടുക. കേരളത്തിൽ നടക്കുന്ന പല തിരയിളക്കങ്ങളും നിങ്ങൾ തിരിച്ചറിയാതെ കണ്ട് ജനം TV ഇങ്ങനെ മുഹമ്മദ് റിയാസിന് വേണ്ടി മുഖ്യമന്ത്രി കരു നീക്കുന്നു. ഒരു കരു നീക്കുന്നതിന്റെ ആവശ്യം CPM ശ്രീ റെജി ലൂക്കോസ്, പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരം നീക്കങ്ങളോട് എതിർപ്പില്ല എന്ന് താങ്കൾക്ക് തീർത്തും പറയാൻ കഴിയുമോ? കാരണം മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ള സ്ഥാനത്തിൽ നിന്ന് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒക്കെ മുഹമ്മദ് റിയാസ് വളരെ പെട്ടെന്ന് കയറിക്കൂടിയത്, സീനിയോറിറ്റി മറികടന്നു. ഇതിൽ ഞങ്ങൾ എത്തേണ്ടിടത്ത് എത്തിക്കും ചിലരെ എന്ന് പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ചില വിമതസ്വരങ്ങൾ ഉയരുന്നുണ്ടല്ലോ. കാരണം AN ഷംസീറിന്റെയും AA റഹീമിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലപ്പോഴും മറുപടികൾ വന്നിട്ടുള്ളതാണ് ഇക്കാര്യത്തിൽ. അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു രസകരമായ കാര്യം എന്ന് പറയുന്നത്, CPM ഏരിയ സമ്മേളനം തുടങ്ങിയിട്ടേ ഉള്ളൂ. CPM ഏരിയ സമ്മേളനം കഴിഞ്ഞ് ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം, അത് കഴിഞ്ഞിട്ടാണ് പാർട്ടി കോൺഗ്രസ് പറയുന്നത്. അതിനകത്ത് ആരൊക്കെ എത്തിക്കണം, അത് ഏതൊക്കെ പ്രായം നോക്കണം എന്നൊക്കെ ഒരു മാനദണ്ഡം ഞങ്ങൾക്കുണ്ട്. അതിനകത്ത് ഒരു AA റഹീമോ ഒരു AM ഷംസീറോ ഇതിനകത്ത് ഒരു പരിഭവം പറയുന്നില്ല. ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കിടെ അറിവില്ലായ്മ കൊണ്ടാണോ അതോ അറിഞ്ഞിട്ടും ഈ രീതിയിലൊരു വാർത്ത ശ്രമിക്കുന്നതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല. എനിക്ക് രണ്ടാമത്തെ കാര്യമായിട്ടാണ് എനിക്ക് ശരിക്കും തോന്നുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക, CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ജാതി മത ഭേദമന്യേ, അതുപോലെ തന്നെ പ്രായഭേദമന്യേ ഒരു മാനദണ്ഡങ്ങൾ നോക്കാതെ കണ്ട് പാർട്ടി പലരെയും പല മേഖലകളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയിലുള്ള എല്ലാവർക്കും ഞങ്ങൾ മന്ത്രിസ്ഥാനം കൊടുത്തോ? ഇല്ലല്ലോ. അത് കഴിവെന്ന് വെച്ചുകൊണ്ട് പ്രവർത്തന പരിചയം വെച്ചുകൊണ്ട് കൊടുക്കും. ഇതിനൊന്നും ഒരു മാനദണ്ഡം, ഇതിനൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട്. പാർട്ടിക്ക് അതിൻ്റെതായ ചില പ്രക്രിയകളുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് റിയാസ്, ഞാൻ പറയുന്നത് മുഹമ്മദ് റിയാസ് പോളിറ്റ് ബ്യൂറോ വരെ കൊണ്ടുവരാൻ കഴിവുള്ള ആളാണ് മുഹമ്മദ് റിയാസ്. മന്ത്രി എന്നുള്ള നിലയ്ക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കും ഒരു സാമൂഹിക ഇടപെടൽ നടത്തുന്ന ഒരു യുവ നേതാവ് എന്നുള്ള നിലയ്ക്ക് പോളിറ്റ് ബ്യൂറോയിൽ എത്താൻ കഴിവുള്ള ആളാണ് മുഹമ്മദ് റിയാസ്. അത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിപ്പോയെന്ന് ഒരിക്കലും ഒരു അയോഗ്യതയല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJP എത്രയോ ചരിത്രത്തിനോട് പറയാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് BJP നന്നാക്കാൻ നോക്കുക. BJPയുടെ ഏറ്റവും ഗ്ലാമറസ് മുഖമായിരുന്ന സന്ദീപ് വാര്യർ ആ പാർട്ടിയിൽ നിന്ന് ഒറ്റ നിമിഷം കൊണ്ട് പൊടിഞ്ഞു പോയി കേരളം കോൺഗ്രസിൽ പോയിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് വിഷമിക്കുകയാണ്. റെജി ലൂക്കോസ്, സന്ദീപ് വാര്യരുടെ കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ CPM ഒരു പരിശ്രമം നടത്തിയിരുന്നു അതിലേക്ക് ക്ഷണിക്കുന്നതിനായി. അവിടേക്ക് നമുക്ക് എത്താം. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഇവിടെ ആത്മകഥയുടെ ഭാഗങ്ങൾ ചോർന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത നിഴലിക്കുകയാണ്. EP ജയരാജൻ ആവർത്തിച്ചു പറയുന്നുണ്ട് ഇതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത്. കൃത്യമായി തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ജയരാജൻ സ്വമേധയാ മാറുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് മുഹമ്മദ് റിയാസിന് കയറാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കരുക്കളാണ് ഇപ്പോൾ പിണറായി വിജയൻ നീക്കുന്നത് എന്ന് അങ്ങനെ കാണാമോ? അല്ല, എന്റെ സുഹൃത്ത് റെജി ലൂക്കോസ് പറഞ്ഞ കാര്യങ്ങൾ കുറെയൊക്കെ വസ്തുതയുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് അദ്ദേഹം പറഞ്ഞ മാതിരിയിൽ ചില ചിട്ടവട്ടങ്ങളും ചില കീഴ്വഴക്കങ്ങളും ചില പദ്ധതികളും അതിനൊരു ഭരണഘടനയും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസം എന്നോ അവസാനിച്ചില്ലേ റെജി ലൂക്കോസ്? അതിന്റെ സ്ഥാനത്ത് പിണറായിസം അവരോധിക്കപ്പെട്ടു എന്ന് ഒരുപക്ഷെ അടക്കം പറയുന്ന ചില കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും ഉണ്ട്. അവരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? അപ്പൊ നോക്കൂ, ഈ പാർട്ടിക്കകത്ത് ഇടക്കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ, ചിട്ടവട്ടങ്ങൾ, കീഴ്വഴക്കങ്ങൾ ഒക്കെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അന്ന് പ്രതിഷ്ഠിക്കുന്നതിനും വേണ്ടിയല്ലേ? പിന്നെ താങ്കൾ പറഞ്ഞ ചില വസ്തുതകളെ നമുക്ക് ഒരുപാട് തെളിവുകളുണ്ട്. മുഹമ്മദ് റിയാസ് ലോകം അറിയുന്ന ആളാണ്. DYFI എന്ന് പറയുന്നത് ലോകമെമ്പാടും അറിയപ്പെടുന്ന പ്രസ്ഥാനമാണ്. അദ്ദേഹം തന്നെ കേരളത്തിലെ അദ്ദേഹത്തിന്റെ ചുമതല വഹിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ മുൻ സുപ്രീം കോടതി ജഡ്ജിയുടെ മുമ്പാകെ പോയി ഒരു ഒപ്പിന് വേണ്ടി പോയപ്പോഴും പ്രചരണത്തിന് വേണ്ടി പോയപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഹു ആർ യു, ബട്ട് ഇത് DYFI. അപ്പൊ അത്രയധികം പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. അതൊന്നും എന്റെ വിഷയമല്ല, നമ്മുടെ വിഷയവുമല്ല. മറിച്ച് നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് BJPയെ കുറിച്ച് നിങ്ങളുടെ ആശങ്ക ഞാൻ ഉൾക്കൊള്ളും, കൃത്യമായിട്ട് ഉൾക്കൊള്ളും. ഞാൻ അതങ്ങോട് പറയുന്നത്, ഒരു ജീവിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ സൂചനയാണ് ഉച്ഛ്വാസവും നിശ്വാസവും. ഉപാപചയ പ്രവർത്തനം എന്ന് പറയുന്നത് ബയോളജിക്കലി ഒരു ജീവന്റെ ലക്ഷണമാണ്. പാർട്ടിക്കകത്തേക്ക് പുതിയ വസ്തുതകൾ ഉൾക്കൊള്ളും, അതേ സമയത്ത് മാലിന്യങ്ങളെ പുറന്തള്ളും. ഒരിക്കൽ മാലിന്യമായി പുറന്തള്ളാൻ അവസരം കൊടുത്തു, അദ്ദേഹത്തെ നമ്മളൊരു സമയത്തേക്ക് അദ്ദേഹത്തിന് ഉപദേശിച്ചു, തിരിച്ചു വന്നു.
വീണ്ടും വീണ്ടും നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഏതായാലും ഇന്നോവയുമായി മാഷ അബ്ദുള്ളയുമായിട്ടൊന്നും BJP പോവില്ല. അത് അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് അവിടെ നിൽക്കാം. എത്ര കാലം അദ്ദേഹം അവിടെ നിൽക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാനും കാലം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്, നമ്മുടെ വിഷയമല്ല. പക്ഷെ ചോദ്യം ഇവിടെ, മുഹമ്മദ് റിയാസിന് കേരളത്തിലെ മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് കിട്ടാത്ത പരിഗണന കിട്ടുന്നതിന്റെ പ്രാധാന്യം എന്താണ്? അദ്ദേഹം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മന്ത്രിസഭയ്ക്കകത്ത് അദ്ദേഹത്തിന് ഇത്രയും ഗൗരവമായ സ്ഥാനം കിട്ടിയത്? അതല്ല പാർട്ടിക്കകത്ത് അദ്ദേഹത്തെക്കാൾ കഴിവുള്ളവർ ഇല്ലാഞ്ഞിട്ടാണോ? MA ബേബിയെ പോലെയുള്ള, സുധാകരനെ പോലെയുള്ള ആളുകൾ കൊള്ളരുതാത്തവരായിട്ടാണ്? അവർക്ക് പ്രായപരിധി നിശ്ചയിച്ചത് മറ്റാരെയോ പുറംവാതിൽ കൊണ്ട് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ. സ്വാഭാവികമായിട്ടും ഈ ചർച്ചയിൽ നമ്മൾ എത്തിക്കുന്ന കാര്യം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രവേശനത്തിന് ഒരു ഔപചാരികത നൽകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞ മാതിരി സീനിയോറിറ്റി പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ മോശമല്ലാത്ത കഴിവുള്ള ആളാണ് സുരാജ്. സ്വാഭാവികമായിട്ടും സുരാജ് ആണോ റിയാസ് ആണോ കഴിവുള്ളവൻ എന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്, അവർ വിലയിരുത്തേണ്ടതാണ്. പക്ഷെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ഒരു പൊതുജനങ്ങളെ ബാധിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് എന്താണ് അദ്ദേഹത്തിന് കിട്ടാത്ത പരിഗണന ഇദ്ദേഹത്തിന് കിട്ടാൻ കാരണം? താങ്കൾ പറഞ്ഞ മാതിരി ഒരു കാര്യം വ്യക്തമാണ്, അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തിരക്കഥ രചിക്കുന്നതിൽ വളരെ വിരുദ്ധനും സമർത്ഥനുമാണ് നമ്മുടെ കോഴിക്കോട്ടുകാരൻ കൂടിയായ മന്ത്രി. നോക്കൂ, ഒരു പിണറായിക്കെതിരായിട്ട് ചില വാർത്തകൾ വന്ന പത്രസ്ഥാപനത്തിനകത്ത് ഇരച്ചു കയറാനും ആ സ്ഥാപനത്തിനകത്ത് സമരം നടത്താനും അദ്ദേഹത്തെ രക്ഷിക്കാനും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയായി കാണാനും അതുവഴി പാർട്ടിക്കുള്ളിലേക്കും പിണറായി കുടുംബത്തിനകത്തേക്കും കടന്നു കയറാനുള്ള സാമർത്ഥ്യം അതിനെ അംഗീകരിക്കുന്നു. അത് അദ്ദേഹത്തെ ശ്ലാഘിക്കേണ്ടതുമാണ്. പക്ഷെ അതൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കീഴ്വഴക്കങ്ങൾക്കനുസരിച്ച് അംഗീകരിക്കപ്പെടുന്നതാണെന്നോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കീഴ്വഴക്കത്തോടൊപ്പം ചേർന്നു പോകുന്നതാണോ എന്ന് വിശ്വസിക്കാത്ത നിരവധി പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട്. ഇവിടെ പിണറായി വിജയിക്കുന്നു. മാത്രമല്ല, നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് അറിയാത്തവരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കാത്തവരാണ് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. EP അത്ര നിസ്സാരനാണോ? ഇത്തരം കീഴ്വഴക്കങ്ങളൊന്നും അറിയാത്ത ആളാണോ EP? എന്റെ ധാരണ വെച്ച് കേരള പാർട്ടിക്കകത്ത്, പിണറായി പാർട്ടിക്കകത്ത് വളരെ സീനിയറായ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അവസരങ്ങൾ നിഷേധിച്ചു എന്ന് അടക്കം പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഈ തരുണത്തിൽ ഇങ്ങനെ ഒളിച്ച് പുറത്തു കടത്തിയതിന്റെ പുറകിൽ ഉണ്ടായ താല്പര്യം എന്താണ് എന്ന് പഠന വിധേയമല്ലേ? അപ്പൊ നമ്മൾ എത്തിച്ചേരുന്നത് എന്താണ്? ഇതൊരു തിരക്കഥയുടെ ഭാഗമായിട്ട് വേണം ആ പുസ്തക പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് പുറത്തു വന്നതും അതുമായി ഉണ്ടായ വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വരുന്ന നടപടി അത് മറ്റാരെയൊക്കെയോ എന്താ പറയുക പുറംവാതിലൂടെ തിരുകിക്കയറ്റി നാളെ എന്തൊക്കെയോ ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങളായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ളവർ തന്നെ തെറ്റിദ്ധരിക്കും. ചർച്ച ചെയ്യണം എന്നുള്ളത് ഒരു അനിവാര്യമായ വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നാടകത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവർ പാർട്ടിക്കകത്തുണ്ട്. കുടുംബാധിപത്യമാണ്, ജനാധിപത്യമല്ല പാർട്ടിക്കകത്തുള്ളത്. വംശമഹിമയും കുടുംബമഹിമയും കുടുംബത്തിലൂടെയുള്ള അധികാരത്തിന്റെ അരക്കിട്ടുറപ്പിക്കലുമാണ് ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപചയത്തിന്റെയും നാശത്തിന്റെയും തുടക്കമായിട്ട് തന്നെയാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ പറഞ്ഞതുപോലെ CPM-നകത്ത് ഒരു ചട്ടക്കൂടുണ്ടെങ്കിൽ പോലും മുഹമ്മദ് റിയാസിന്റെ വളർച്ച ശരവേഗത്തിൽ തന്നെയായിരുന്നു എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം സംസ്ഥാന സമിതി അംഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, തുടർന്ന് മന്ത്രിസ്ഥാനം ലഭിച്ചപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു വകുപ്പ്. ഇത് മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ള ലേബലിൽ തന്നെ നേടിയെടുത്തതല്ലേ? അല്ല, ഭീകരനായ ജയേന്ദ്ര മാസ്റ്ററുടെ ഉത്കണ്ഠയും വിഷമം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുണ്ട്. അതായത് ക്രൗഡ് പുള്ളറായിട്ടുള്ള പിന്നെ ഇവരുടെ തന്നെ ഞാൻ പേര് ശോഭാ സുരേന്ദ്രനെ എവിടെ നിർത്തിയാലും വോട്ട് വർദ്ധിപ്പിക്കുന്ന അവരെ തടഞ്ഞ് സന്ദീപിന്റെ വാക്ക് കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി സൊസൈറ്റി ഒരു പാർലമെന്റ് വരെ സ്ഥിരമായിട്ട് മത്സരിക്കുന്നതിനാണ് മത്സരിപ്പിച്ച് പിന്നെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന മറ്റുള്ളവർക്ക് അവസരം നിഷേധിക്കുന്ന കഴിവുള്ളവരെ തടഞ്ഞ് ഏതാണ്ട് ഏകാധിപത്യ നിലയിൽ ചില ആളുകളുടെ കുത്തകപ്പാട്ട് വഹിക്കുന്ന BJP-യുടെ കേരളത്തിലെ പ്രവർത്തകരുടെ ഫലം ജയേന്ദ്ര മാഷ പോലുള്ള മനസ്സിൽ അദ്ദേഹത്തിന് നല്ലൊരു BJP നേതാവ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ അതായത് CPM ചാടിയെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. മുഹമ്മദ് റിയാസിനെ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? മുഹമ്മദ് റിയാസിനെ ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ അതായത് നടപടിക്രമങ്ങളിലൂടെ പിന്നെ അദ്ദേഹത്തിന് എവിടെ എത്തുന്നോ അത് അദ്ദേഹമല്ല മറ്റൊരാളാണെന്നുള്ളത് അതങ്ങനെ വന്നോളൂ. അത് അതിന്റെ ഒരു പ്രക്രിയയാണ്. അത് ജനൻ TVയോ പിന്നെ ജയേന്ദ്ര ഭാഷ വിഷമിക്കേണ്ട. ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞത് ഒരു വിശദീകരണത്തിന് ആവശ്യമില്ലാത്ത പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പുകളും പാർട്ടി ചട്ടക്കൂടുള്ള ഒരു പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടി ഇന്ത്യയിൽ ഇല്ല. ഇപ്പൊ ഇവരെ പോലെ എവിടെന്നെങ്കിലും ഓടിളക്കി താഴോട്ടിറക്കി വരുന്ന നേതാക്കന്മാരെ പോലുള്ള CPM-നെ സംബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകനും എന്തെങ്കിലും സ്ഥാനം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ തന്നെ പറയാം, ഞാൻ എന്റെ 22ാമത്തെ വയസ്സിൽ CPM വന്ന ഒരാളാണ്.
പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ട് അധികം വർഷമായിട്ടില്ല, ഒരു 6-7 വർഷമേ ഉള്ളൂ. അന്ന് ജീവിതത്തിന്റെ സാഹചര്യത്തിൽ പലയിടത്ത് യാത്ര ചെയ്യും, പല സ്ഥലത്ത് ജീവിക്കേണ്ടവന്നതിന്റെ പേരിൽ ഒരു സ്ഥാനത്തിന് വേണ്ടിയല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ സംഘടനാ തെരഞ്ഞെടുപ്പുകളിൽ, പാർട്ടി സമ്മേളനങ്ങളിൽ ആരെവിടെ എത്തുന്നുള്ളവരെ ഞങ്ങൾക്ക് ആ നിമിഷമേ അറിയത്തുള്ളൂ. അതാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാതെ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ഹസ്ബൻഡ് ആയതിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ പേരിന്റെ പേരിൽ നിങ്ങളിങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് അവബോധിപ്പുണ്ടാകത്തേ ഉള്ളൂ. അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇന്നിപ്പോ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം, ഒരു പത്രം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാനിത് വായിച്ചു. അവരെ സംബന്ധിച്ചോളം അവർ ഇന്ന് വരെ CPM-നെ കുറിച്ച് നല്ല വാക്ക് എഴുതിയിട്ടില്ല. അവർ നല്ല വാക്ക് എഴുതിയാൽ അത് അപകട സൂചനയാണെന്ന് EMS ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ജനൻ TV ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും ഞങ്ങളുടെ പാർട്ടിയെ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ പിണറായി വിജയന്റെ ഏകാധിപത്യ സ്വഭാവം അത് നിലനിർത്തുന്നതിന് വേണ്ടി മുഹമ്മദ് റിയാസിന് വഴികൾ ഒരുക്കുന്നു, കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അടക്കം എന്ന് തന്നെയാണോ അനുമാനം? ജയചന്ദ്രൻ മാസ്റ്ററിലേക്ക് പോവുകയാണ്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഞാൻ ചോദ്യം ആവർത്തിക്കുകയാണ്. ഏകാധിപത്യ സ്വഭാവം വച്ചു പുലർത്തുന്ന പിണറായി വിജയന്റെ നിലപാട് തന്നെയാണോ മുഹമ്മദ് റിയാസിനെയും അതേ പാതയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത്? നോക്കൂ, ദൈവം വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂപ്പുകുത്തി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ബംഗാളും ത്രിപുരയും ഇനി തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലേക്ക് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോ ആകെ ഉള്ളത് കേരളത്തിലെ തുരുത്തു മാത്രമാണ്. ആ തുരുത്തും കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള പച്ച പരമാർത്ഥമാണ് പിണറായി വിജയൻ അതിനു മുമ്പ് മകളുടെ ഭർത്താവിനെ ഏതെങ്കിലും വഴികളിലൂടെ പുറംവാതിലിലൂടെ അധികാരത്തിലെത്തിക്കണം, അദ്ദേഹത്തിനെ കൂടുതൽ ശക്തനാക്കണം, അതിനു വേണ്ടിയുള്ള കുൽസിതമായ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം വിചാരിച്ചാൽ പോലും ഈ പാർട്ടിയെ രക്ഷിക്കാൻ കഴിയില്ല. അത് ഇന്ന് കുടുംബാധിപത്യത്തിലേക്കും ചില പ്രത്യേകതരം വിഭാഗങ്ങളുടെ കൈകളിലേക്കും പോയി എന്ന് ആശങ്കപ്പെടുന്നത് ജനം TVയോ BJPയോ അല്ല. നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകൾ, MA ബേബിയെ പോലുള്ള ആളുകൾ, G സുധാകരനെ പോലുള്ള ആളുകൾ ഇന്ന് മുഖ്യധാരയിൽ നിന്നും അകറ്റപ്പെടുകയും ആ സ്ഥാനത്തേക്ക് H സലാമിനെ പോലെ, ആരിഫിനെ പോലെ, മുഹമ്മദ് റിയാസിനെ പോലെയുള്ള ആളുകൾ കുളച്ചു പൊന്തുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിവുറ്റവനായിട്ട് പോലും താൻ തഴിയപ്പെടുന്നു എന്നുള്ള ബോധം സ്വരാജിനെ പോലെയുള്ള പാർട്ടിയുടെ അണികൾക്കിടയിലേക്ക് വളർന്നു വരികയാണ്. ഇപ്പോൾ തിരക്ക് പിടിച്ച് പാർട്ടിയുടെ സംസ്ഥാന ദേശീയ സമ്മേളനങ്ങൾ നടക്കുന്നതിന്, പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെ നടക്കുന്നതിനിടയ്ക്ക് പുറം വാതിലിലൂടെ മരുമകനെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢ നീക്കമാണ്. പാവം അതിന് ബലിയാടാകേണ്ടി വന്നത് EPയെ പോലുള്ള ആളുകളാണ് എന്നുള്ളത് നമ്മെ ആശങ്കപ്പെടുത്തും. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കുന്ന ഈ പരിവർത്തനങ്ങൾ അതിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു എന്നുള്ള ഒരു ആശങ്ക മാത്രമാണ്. അതൊരുപക്ഷെ മരുമകൻ വരട്ടെ എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. കാരണം ആ തകർച്ച വളരെ ദ്രുതഗതിയിലേക്ക് നീങ്ങുകയാണ്. പാർട്ടി നാശോന്മുഖമായി കഴിഞ്ഞു. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ, പിണറായിസത്തിന്റെ നീരാളിപ്പിടുത്തലങ്ങുന്ന ഈ പാർട്ടിയെ രക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് പാർട്ടി നീങ്ങുന്നു. അതിനൊരുപക്ഷെ ആക്കം കൂട്ടിയത് യെച്ചൂരിയുടെ അന്ത്യം കൂടിയാണ് എന്ന് സൂചിപ്പിക്കേണ്ടി വരും. എനിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കിട്ടിയ ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഞാൻ പറയുകയാണ്, പിണറായി വിജയന്റെ ഏകാധിപത്യത്തെയും പാർട്ടി കീഴടക്കുന്നതിനെതിരായിട്ടുള്ള നിലപാട് എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു യെച്ചൂരി. അദ്ദേഹത്തിന്റെ കൂടെ ഏതെങ്കിലും പാർട്ടി ഘടകങ്ങൾ ഉണ്ടായതിന്റെ പേരിലല്ല, മറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന ജീവിത അനുഭവങ്ങൾ, അദ്ദേഹത്തിനുണ്ടായിരുന്ന കാര്യങ്ങൾ. ഇവിടെ റെജി ലൂക്കോസ് കേൾക്കുമെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കും. 22ാമത്തെ വയസ്സിൽ നിസ്വാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി കയ്യും കാലും തുഴഞ്ഞ് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച റെജി ലൂക്കോസിനെ ഇപ്പോൾ ആളുകൾ തഴിയപ്പെടുകയും ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ചു വന്ന തകരകൾ പാർട്ടിയുടെ എല്ലാം കൈയടക്കുകയും അതിനുവേണ്ടി വിവാഹവും കുടുംബജീവിതവും മറ്റ് തന്ത്രങ്ങളും എല്ലാം ഒരുക്കുകയും ചെയ്യുന്നത് തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി തയ്യാറാക്കി കഥയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി പിടിച്ചെടുക്കുന്ന പ്രവർത്തനത്തിലേക്ക് അനസ്യൂതം തുടരുന്നു എന്നുള്ളതാണ് ഈ നീക്കത്തെ വ്യക്തമാക്കുന്നത്. അതിന് ബലിയാടാകേണ്ടി വന്നത് ഒരുപക്ഷെ താൻ സ്വയം രക്തസാക്ഷിയാണ് എന്ന് പറയുന്ന EPയെ പോലുള്ള ആളുകളാണ് എന്നതിന്റെ അദ്ദേഹത്തോടുള്ള ആനുകൂല്യം കൊണ്ടൊന്നുമല്ല, അതൊരു കാലത്തിന്റെ കാവ്യനീതിയായിട്ട് സമാധാനിക്കാൻ വയ്യാത്തത് കൊണ്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, മുഹമ്മദ് റിയാസിന് വേണ്ടി വഴിയൊരുക്കുന്നു എന്നുള്ള കാര്യം CPM-നുള്ളിൽ തന്നെ ചർച്ചാ വിഷയമായതാണ്. ഒരുപക്ഷെ പിണറായി വിജയൻ കാണിക്കുന്ന അമിത പ്രീണന സ്വഭാവം കൂടി ഇതിന്റെ ഒരു ഭാഗമായിട്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ടോ? അത് മാത്രമായിട്ട് എനിക്കതിനെ വിലയിരുത്താൻ കഴിയില്ല. ഇവിടെ മുഹമ്മദ് റിയാസും ടൂളാക്കപ്പെടുകയാണ്. മുഹമ്മദ് റിയാസിലൂടെ ചില തന്ത്രങ്ങൾ മെനയുന്ന ശക്തികൾ ഈ സംസ്ഥാനത്തുണ്ട്. അവർ ചില കാര്യങ്ങൾ പിണറായിലൂടെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. മകളുള്ള അമിത പ്രേമവും അമിത സ്നേഹവും ഒരു പിതാവിനുണ്ടായിരിക്കുന്ന ദൗർബല്യങ്ങളെ സമർത്ഥമായി മുതലെടുക്കാൻ അറിയാവുന്ന
ഒരു നേതാവ് തന്നെയാണ് മുഹമ്മദ് റിയാസ്. ആ മുഹമ്മദ് റിയാസിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികളുടെ കയ്യിൽ ടൂളായി മാറുന്നു എന്നുള്ളതും തന്റെ പുത്രസ്നേഹം അതിന് ഇടയാക്കുന്നു എന്നുള്ള വേദനാജനകമായ ചിത്രമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ സ്വാധീനമാണ് പിണറായിയെ കൊണ്ട് വഴിവിട്ടുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു മാർക്സിസ്റ്റിന്, ഒരു കമ്മ്യൂണിസ്റ്റിന് ഒരിക്കലും യോജിക്കാനും കോംപ്രമൈസ് ചെയ്യാനും സാധിക്കാത്ത തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഭരണത്തിൽ പോലും പ്രതികരിക്കേണ്ടി വരുന്നത് അമിതമായ മകളോടുള്ള സ്നേഹമാണ്. അതുവഴി മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന് പാർട്ടിയുടെ ഭരണഘടനയോ ചട്ടക്കൂടോ നിയമാവലിയോ കീഴ്വഴക്കങ്ങളോ പോലും തടസ്സമാവുന്നില്ല എന്നുള്ള തരത്തിലേക്ക് അദ്ദേഹം സർവാധിപതിയായി, ഏകാധിപതിയായി ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളത് മാർക്സിസ്റ്റുകളുടെ ദുരന്തമാണോ പിണറായിയുടെ നേട്ടമാണോ എന്ന് വിലയിരുത്തേണ്ടത് കാലവും ഭാവിയുമാണ്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഒരു ചോദ്യം കൂടി. നമുക്കറിയാം, പലപ്പോഴും വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കളെ മറികടന്നുകൊണ്ടാണ് മുഹമ്മദ് റിയാസിന് വേണ്ടി വഴിയൊരുക്കാൻ എപ്പോഴും പിണറായി വിജയൻ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ പിണറായി വിജയനെതിരെ യാതൊരു തരത്തിലുള്ള എതിരഭിപ്രായമോ വിമത സ്വരമോ ഉയർത്താത്ത രീതിയിൽ, അല്ലെങ്കിൽ ഉയരാത്ത രീതിയിലുള്ള ഒരു ഏകാധിപത്യ സ്വഭാവം പിണറായി വിജയൻ കാഴ്ചവെക്കുന്നുമുണ്ട്. വല്ലപ്പോഴും ചില ജില്ലാ കമ്മിറ്റികൾ വിമർശന സ്വരം ഉയർന്നാലും അതൊക്കെ അടിച്ചമർത്തപ്പെടുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഇ.പി. ജയരാജൻ അത്ര നിസ്സാരക്കാരനല്ല. അദ്ദേഹത്തിന് പാർട്ടിയിലുള്ള സ്വാധീനം, മണികളിലുള്ള സ്വാധീനമൊക്കെ ഏവർക്കും അറിയാവുന്നതാണ്. പല കാര്യങ്ങളിലും ഇ.പി. ജയരാജന് അതൃപ്തിയുണ്ട്. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത്, ഇതിലൊക്കെയുള്ള അതൃപ്തി ഒരുപക്ഷെ ഇ.പി. ജയരാജനിലൂടെ ഒരല്പം മുതിർന്ന നേതാക്കൾ വഴി ഇതൊരു എതിരഭിപ്രായമായും എതിർസ്വരമായും പിണറായി വിജയനെതിരെ തിരിച്ചടിച്ചേക്കാം എന്നുള്ള ഒരു സാഹചര്യം കൂടി ഇനി ഉടലെടുക്കുമോ? നോക്കൂ, കാലത്തിന്റെ അല്ലെങ്കിൽ ചരിത്രം ഇവിടെ ആവർത്തിക്കുകയാണ്. ഏതുപോലെയാണോ ഇന്ദിരാഗാന്ധിക്ക് ജവഹർലാൽ നെഹ്റു വഴിയൊരുക്കിയത്, പ്രായപരിധി നിശ്ചയിച്ചുകൊണ്ട് കഴിവുറ്റ കോൺഗ്രസ് നേതാക്കന്മാരെ ഒതുക്കി സ്വന്തം മകൾക്ക് പാതയൊരുക്കിയത്, അതിന്റെ തനി ആവർത്തനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പിണറായിസം കുറച്ചു കാലമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് മാത്രം ബാധകമല്ലാത്ത നിയമങ്ങൾ, എല്ലാ നിയമങ്ങളും എല്ലാവർക്കും ബാധകമാണ് എന്ന പൊതുതത്വത്തെ ബലി കഴിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രായപരിധി പിണറായി വിജയന് ബാധകമല്ല, മറ്റുള്ളവർക്ക് പ്രായപരിധി ഉണ്ട്, മറ്റുള്ളവർക്ക് പ്രായം ആവുമ്പോൾ അവർ ചുമതലയിൽ നിന്നും മാറിപ്പോകണം, അവർ നിർബന്ധിതമായി റിട്ടയർമെന്റ് എടുക്കണം. ഈ വ്യാഖ്യാനമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായിരുന്ന പല നേതാക്കന്മാരെയും വെട്ടിയൊതുക്കിയത്. നോക്കൂ, തോമസ് ഐസക്ക്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അദ്ദേഹത്തെ കുറിച്ച് വിയോജിപ്പുകൾ നമുക്കുണ്ടാകാം, പക്ഷെ അദ്ദേഹത്തിന്റെ ദൈക്ഷണികതയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച്, ധനശാസ്ത്രത്തിൽ അദ്ദേഹം നേടിയ നേട്ടങ്ങളെക്കുറിച്ച്, അതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതുമാതിരി തന്നെ എന്തൊക്കെ എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ നേരത്തെ പറഞ്ഞ ജി സുധാകരൻ, MA ബേബി, ഇവരൊക്കെ പാർട്ടിയിൽ നിന്ന് എവിടെയാണ്? അവരെ മാറ്റി നിർത്തിയാൽ അവർ നിലനിൽക്കുന്നു പാർട്ടിക്ക് അകത്തുണ്ടെങ്കിൽ, മന്ത്രിസഭയ്ക്ക് അകത്തുണ്ടെങ്കിൽ മരുമകന് ശോഭിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി അറിയാവുന്ന രാഷ്ട്രീയ കഴുകന്റെ കണ്ണുള്ള നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് അറിയാം ഇത്തരം ആളുകളെ വെട്ടിയൊതുക്കാൻ നേരിട്ടുള്ള മാർഗത്തിലൂടെ സാധിക്കില്ല. അതിന് അദ്ദേഹം എന്തുകൊണ്ടുവന്നു? പാർട്ടിക്കകത്തൊരു പ്രായപരിധി നിബന്ധന വെച്ചു. പക്ഷെ തനിക്കിത് ബാധകമല്ല, മുഖ്യമന്ത്രിക്ക് മാത്രം ഇത് ബാധകമല്ല. ഇത് MA ബേബിക്ക് ബാധകമാണ്, തോമസ് ഐസക്കിന് ബാധകമാണ്, ജി സുധാകരന് ബാധകമാണ്. അതിന് അദ്ദേഹം ഇന്ദിരാഗാന്ധിക്ക് പാതയൊരുക്കാൻ ഏതുപോലെയാണോ പഴയ കോൺഗ്രസ് നേതാക്കന്മാരെ മുഴുവൻ സൈഡ്ലൈൻ ചെയ്ത് ഇന്ദിരാഗാന്ധിയെ മുൻപോട്ട് വെച്ചുകൊണ്ടത്, അതുമാതിരി തന്നെ ആ മന്ത്രിസഭയ്ക്കകത്തേക്ക് കൊണ്ടുവരാൻ വഴിയൊരുക്കുകയായിരുന്നു മരുമകന്. മരുമകന് ഒരുപക്ഷെ ഭീഷണിയാകാവുന്ന ചില നേതാക്കന്മാർ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായിരുന്നു, DYFI അകത്തുണ്ടായിരുന്നു. അവരെ ചിലരെ MP-മാരാക്കി ഡൽഹിയിലേക്ക് അയച്ചു. അവർക്ക് പരിഗണന കിട്ടാതിരിക്കാൻ വേണ്ടി അവരെ രാജ്യസഭയിലും അല്ലെങ്കിൽ തോൽക്കാൻ ഇടയുള്ള ഇടങ്ങളിൽ മത്സരിപ്പിച്ച് അവരെ MLA-മാരല്ലാതാക്കി മാറ്റി. അങ്ങനെ കഴിവുള്ളവരെ മുഴുവൻ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് മരുമകന് മുഖ്യമന്ത്രിയാവാനുള്ള വഴിയൊരുക്കാനും പാർട്ടിയിൽ പിടികൊടുക്കാനുമുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് കഴിഞ്ഞ കുറെ കാലമായി പിണറായി വിജയൻ സമർത്ഥമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ എതിർക്കാനുള്ള ചങ്കൂറ്റം, അദ്ദേഹത്തെ ധിക്കരിക്കാനുള്ള ചങ്കൂറ്റം ഞാൻ നേരത്തെ പറഞ്ഞ സുധാകരനോ തോമസ് ഐസക്കിനോ നേരത്തെ പറഞ്ഞ MA ബേബിക്കോ നഷ്ടപ്പെട്ട് കഴിയുന്നത് മരുമകന് വേണ്ടി പാതയൊരുക്കാനുള്ള പ്രവർത്തനമായിരുന്നു. ഞാൻ പലവര് പറഞ്ഞു സ്വരാജിനെ കുറിച്ച്, സ്വരാജിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരുന്നു, മറ്റുള്ളവരെ MP ആക്കി ഡൽഹിയിലേക്ക് അയക്കുക എന്ന ലക്ഷ്യമായിരുന്നു, ചിലരെ ഒതുക്കുക, ചിലരെ പാർട്ടിയിനകത്തേക്ക് മത്സരിപ്പിക്കുക, അവരെ ഭാവിയിലേക്കുള്ളതാക്കുക. ഇപ്പൊ പിണറായി നേരിടുന്ന പ്രതിസന്ധി എന്താണ്? ഇവിടെ ഒരുപക്ഷെ കാലം ഉത്തരം നൽകേണ്ടത് കണ്ണൂർ ലോബിയെ പിണക്കിക്കൊണ്ട് ഒരു ആളെ മുൻപോട്ട് കൊണ്ടുവരാൻ സാധിക്കുമോ? അതിന് സമർത്ഥമായിട്ടാണ് P. ജയരാജനെ മാറ്റി നിർത്തി വടകരയിൽ തോൽപ്പിക്കുകയും MP ആയി മത്സരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ മാത്രം ആ ജില്ലാ ഘടകത്തിൽ നിന്നും മാറ്റി നിർത്തി അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആകാതിരിക്കാൻ അദ്ദേഹത്തിന് പ്രേരണ നൽകി. പിന്നീട് EP ആയിരുന്നു ഒരു തടസ്സമായി ഉണ്ടായിരുന്നത്. EP-ക്ക് അർഹതപ്പെട്ട പാർട്ടി സെക്രട്ടറി സ്ഥാനം നൽകാതിരിക്കാൻ
പുറംവാതിലിലൂടെ ഗോവിന്ദനെ പോലെയുള്ള ഒരാളെ പ്രതിഷ്ഠിച്ചു. ഗോവിന്ദനും ഇപ്പോൾ ഗോവിന്ദ എന്ന് പറയാനല്ലാതെ പിണറായി സത്യം എതിർക്കാനുള്ള ചങ്കൂറ്റമില്ല. എതിർക്കുന്ന എല്ലാ വാക്കുകളെയും അടിച്ചൊതുക്കുക, തലമണ്ടയ്ക്ക് അടിച്ചിരുത്തുക, മറ്റുള്ള ആളുകളെ മറ്റുള്ളിടത്തേക്ക് പറഞ്ഞയക്കുക, അതുവഴി സ്വന്തം മകളുടെ ഭർത്താവിന് വഴിയൊരുക്കുക, അതുവഴി പാർട്ടി പിടിച്ചടക്കുക, എനിക്ക് ശേഷം എന്റെ കുടുംബത്തിന്റെ കാര്യം ഭദ്രമായിരിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി നീങ്ങുമ്പോൾ പലരും നിസ്സഹായരാവുകയോ ഒളിച്ചോടുകയോ നിശബ്ദരാവുകയോ ചെയ്യുക എന്നുള്ള പിണറായിസത്തിന്റെ വിജയമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന EP ഒതുക്കാനും EP-യുടെ ജീവിതകഥയുമായി ബന്ധപ്പെട്ട പുറത്തുവരലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അദ്ദേഹത്തെ വിളിച്ചു വരുത്തലും ചോദ്യം ചെയ്യലും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇത് കുടുംബത്തിനകത്തേക്ക് അധികാരം ഒതുക്കി തീർക്കുക എന്നുള്ള പിണറായിയുടെ തന്ത്രത്തിന്റെ വിജയത്തിലേക്ക് എത്തിക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അതെ, വളരെ നന്ദി ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ പ്രതികരിച്ചതിന്. ആത്മകഥാ വിവാദം മുഹമ്മദ് റിയാസിന് വേണ്ടിയോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. 75 വയസ്സ് പ്രായപരിധിയോടടുക്കുന്ന EP ജയരാജന് പകരം റിയാസ് കേന്ദ്ര കമ്മിറ്റിയിലേക്കെന്നുള്ള സൂചനകളും വരുന്നുണ്ട്.